ബംഗ്ലാദേശിൽ ഒരു യുവ നേതാവിനെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി പുതിയൊരു മാപ്പ് ഇയാൾ പുറത്തുവിട്ടു. ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം അജ്ഞാതനാണ് തട്ടിയെന്നാണെന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനുശേഷം ഇതിന് സമാനമായ രീതിയിൽ മറ്റൊരാൾക്ക് നേരെ അജ്ഞാതന്റെ ആക്രമണം ഉണ്ടായെന്ന് കേൾക്കുന്നു. അത് ആരാണ്, എപ്പോഴാണ്? അന്ന് നമ്മൾ അജ്ഞാതൻ എന്ന് പറഞ്ഞ ആൾ ആരാണെന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഫൈസൽ കരീം മസൂദ്. അയാൾ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തത്? അയാളൊരു റിസോർട്ടിൽ തലേന്ന് അയാളുടെ കാമുകിയോട് ഈ ഹാദിയെ തട്ടും എന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യക്ക് അതിൽ പങ്കൊന്നുമില്ല എന്നുള്ള കാര്യം. ഇപ്പൊ ഈ നാഷണലിസ്റ്റ് മറ്റേ സിറ്റിസൺ പാർട്ടി ഉണ്ടല്ലോ, മറ്റു പിള്ളേരുണ്ടാക്കിയത്, അവിടുത്തെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ പാർട്ടിയുടെ തൊഴിലാളി വിഭാഗമുണ്ട്. ആ തൊഴിലാളി വിഭാഗത്തിന്റെ നേതാവിനെയാണ് തലയ്ക്ക് വെടിവെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. ഗുൽനയിലെ ഇവരുടെ മേധാവി ആണ് ഈ NCPയുടെ മേധാവി, നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി, വിദ്യാർത്ഥികളുടെ പാർട്ടിയുടെ ഗുൽനയിലെ നേതാവാണ് അദ്ദേഹം. തലയിൽ ആണ് വെടികൊണ്ടത്. മുഹമ്മദ് മൊത്തലിബ് സിഗ്ദർ എന്നാണ് ഈ തൊഴിലാളി നേതാവിൻ്റെ പേര്. 42 വയസ്സാണ്. ഇന്നലെ 11:45 രാവിലെ ആണ് വെടികൊണ്ടത്. ഗുൽനയിൽ സോണാധങ്കയിൽ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ വെടിയേറ്റത്. ഇവരുടെ ജാതീയ ശ്രമിക് ശക്തി എന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പേര് അതാണ്, ജാതീയ ശ്രമിക് ശക്തി. അതിന്റെ ഗുൽന ഡിവിഷൻ കൺവീനറാണ് മുഹമ്മദ് മൊത്തലീബ് സിഗ്ദർ. അപ്പോൾ ഒരു റാലി 4-5 ദിവസത്തിനകം ഗുൽനയിൽ നടക്കുമായിരുന്നു ഈ തൊഴിലാളി വിഭാഗത്തിന്റെ. ആ റാലിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് വെടികൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടാവസ്ഥ തരണം ചെയ്തു ആശുപത്രിയിലാക്കിയ ശേഷം എന്നാണ് റിപ്പോർട്ടുകൾ. തലയോട്ടി ഉരസി വെടിയുണ്ട കടന്നുപോയി, അകത്തേക്ക് കടന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ നേരത്തെ ഈ ഹാദി കൊല്ലപ്പെട്ടത്, ഹാദി ഒരു ബാറ്ററിയിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ 2 പേര് ബൈക്കിൽ വന്നിട്ട് പോയിന്റ് ബ്ലാങ്ക് വെടിവെച്ചിട്ടാണ് ഹാദി കൊല്ലപ്പെട്ടത്. ഡിസംബർ 12-ാം തീയതി. അത് ധാക്കയ്ക്കടുത്ത ബിജോയ് നഗറിലാണ് അത് നടന്നത്. അയാള് ഇൻക്ലാബ് മഞ്ച എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവായിരുന്നു. ഈ NCPയുടെ തന്നെ ബന്ധപ്പെട്ട സംഘടനയാണ്. ജൂലൈ പ്രക്ഷോഭങ്ങളിൽ ഇൻക്ലാബ് മഞ്ച പങ്കെടുത്തിരുന്നു. അപ്പോൾ ധാക്കയിലെ ധാക്ക 8 എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൂചനയുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളായിരുന്നു ഹാദി എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളെയാണ് കൊലപ്പെടുത്തിയതെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ NCP അവിടെ മത്സരിക്കുമല്ലോ, 3ാമത്തെ പാർട്ടി ആയിരിക്കും. അങ്ങനെ ആ പാർട്ടിയെ, വിദ്യാർത്ഥികളുടെ പാർട്ടിയെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യം ഈ വെടിവയ്പ്പുകളുടെ പിന്നിലുണ്ട്. ഇപ്പോൾ വെടികൊണ്ട മുഹമ്മദ് മൊത്തലീബ് സിഗ്ദറും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ആളുകളെ വെടിവെക്കുന്നു. അങ്ങനെ NCPക്ക് വലിയ വോട്ടൊന്നും അവിടെ കാണുന്നില്ല. 7% അങ്ങനത്തെ എന്തോ വോട്ടേ ഈ സർവേകളിൽ കാണുന്നുള്ളൂ. എന്നാലും അതൊരു 3ാം ശക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ പേടിപ്പിക്കുക, തെരഞ്ഞെടുപ്പ് ആലങ്കോലമാക്കുക, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കുക എന്നൊരു ഉദ്ദേശം ഇതിൻ്റെ അകത്ത് ഉണ്ടാകാം. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു പാർട്ടിയെ, അവാമി ലീഗിനെ നിരോധിച്ചു, NCPയും കൂടി ശരിപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി തന്നെ ആയിരിക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ. അപ്പോൾ യൂനിസിനെ പുറത്താക്കും ഏത് വിധേനയും എന്ന് ഇപ്പോൾ അവിടെ പ്രക്ഷോഭകർ പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂർ അന്ത്യശാസനവും കൊടുത്തിട്ടുണ്ട്. ഹാദിയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാൻ 24 മണിക്കൂർ അന്ത്യശാസനം. ആ അന്ത്യശാസന സമയം കഴിഞ്ഞു.
അപ്പോൾ അതുകൊണ്ട് എന്തു വേണമെങ്കിലും ഇപ്പോൾ സംഭവിക്കാം എന്നൊരവസ്ഥ. അതേസമയം ഖാലിദ സിയയുടെ അവർ ചികിത്സയ്ക്ക് ലണ്ടനിൽ പോയിരിക്കുകയാണല്ലോ, ഖത്തർ വിമാനം അയച്ചു കൊടുത്തു. ഖാലിദ സിയയുടെ മകൻ 17 കൊല്ലത്തിന് ശേഷം ലണ്ടനിലെ പ്രവാസം കഴിഞ്ഞ് വ്യാഴാഴ്ച ധാക്കയിലെത്തും. അത് വലിയ സംഭവവികാസമാണ് രാഷ്ട്രീയപരമായിട്ട്. അപ്പൊ ഖാലിദ സിയയുടെ മകൻ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് പ്രസിഡന്റാണ് അദ്ദേഹം. വ്യാഴാഴ്ച വലിയ സ്വീകരണമൊക്കെ ഉണ്ട്. അപ്പോൾ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 17 കൊല്ലമായിട്ട് ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയോ പാകിസ്ഥാനോ ഒന്നുമല്ല നമ്മുടെ വിദേശ നയത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശ് ഫസ്റ്റ്, അതായിരിക്കും നമ്മുടെ ഉന്നം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ അനുയായികളായിരിക്കില്ല എന്നാണല്ലോ അതിൻ്റെ സൂചന. അതെ, വേറൊരു രാജ്യത്തിൻ്റെ ഇപ്പോൾ പാകിസ്ഥാന്റെ പിന്നാലെയാണ് ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂനുസും മറ്റ് ISIയുടെ ഒക്കെ പിന്നിലാണ്. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് റഹ്മാൻ പറയുന്നത്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPയും തമ്മിൽ അമേരിക്കയിൽ നടന്നൊരു സർവേയിൽ 4% വോട്ട് വ്യത്യാസം. അപ്പോൾ എന്ന് പറഞ്ഞാൽ BNP ആണ് മുമ്പിൽ. മറ്റേ ജയിക്കാൻ സാധ്യത BNP ആണെന്നാണ് സർവേയിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പൊതുവെ. അതേസമയം ഈ ഒരു ഹിന്ദുവിനെ കൂടെ കൊന്നല്ലോ, ദാസിനെ. അതിനെ തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്തും മോഹൻ ഭാഗവതും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വേണ്ടത് ചെയ്യണം എന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. VHPയും പറഞ്ഞിട്ടുണ്ട്, ഭാഗവതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ കാണുന്ന വാർത്ത, അമേരിക്കയുടെ ഒരു പ്രതിനിധി യൂനിസിനെ കണ്ടിരുന്നു ഈ സംഭവവികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അമേരിക്കയുടെ പ്രതിനിധിക്ക് യൂനിസ് ഉറപ്പ് കൊടുത്തു ഫെബ്രുവരി 12 തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് ഉറപ്പ് കൊടുത്തായിട്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട്, ഈ വക അഭ്യാസങ്ങളൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പ് മര്യാദയ്ക്ക് നടത്തി അങ്ങ് പൊക്കോളണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് കരുതാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ പറയുന്ന ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരു അജ്ഞാതന് തീർക്കുകയാണ്. അപ്പം ഇത് വല്ലാതെ ഈ യൂനിസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയോ ഒക്കെ ഭയപ്പെടുത്തില്ല. കാരണം ഇന്ത്യൻ സൈന്യം എപ്പോഴും തയ്യാറായിട്ട് ബോർഡറിലുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും കിംവദന്തികളും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ആശങ്കപ്പെടില്ലേ? ഇതിപ്പോ ആദ്യം കൊന്നയാള് ഫൈസൽ കരീം മസൂദ്, അയാളുടെ ബാപ്പയാണ് ആ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചതെന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞു. അതെ, അയാളുടെ ഭാര്യ, അയാളുടെ കാമുകി, പിന്നെ അളിയൻ, അല്ലേ? അതെ, ഇങ്ങനത്തെ 20 പേരടങ്ങുന്ന സംഘമാണ് ഹാദിയെ വകവരുത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഫൈസൽ കരീം മസൂദ് എന്ന് പറഞ്ഞ ആള് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അയാൾക്കുള്ള ബന്ധം താമസിയാതെ പുറത്തു വരുന്ന നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ ആണ് ഭരണം എന്നിരിക്കെ അത് പുറത്തു വരണമെന്ന് നിർബന്ധവും ഇല്ലല്ലോ. അയാളെ ഇതുവരെ പിടിച്ചിട്ടില്ല. അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട് പ്രക്ഷോഭകര്. കാരണം അടുത്ത പ്രക്ഷോഭം അവിടെ തുടരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അന്ത്യശാസനത്തിന് ശേഷം നടപടിയില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ യൂനുസിനെ പുറത്താക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രക്ഷോഭകര് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇപ്പോ ഈ വെടികൊണ്ട 2 നേതാക്കളും സിറ്റിസൺസ് പാർട്ടിയുടെ വിദ്യാർത്ഥികൾ രൂപപ്പെടുത്തിയ പാർട്ടിയുടെ നേതാക്കളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ് എന്നുള്ളത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരെ ലാക്കാക്കിയുമാണ് ഈ ആക്രമണം എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമം അവിടെ നടത്തുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതിൽ താല്പര്യം എന്തായാലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് അവിടെ റഹ്മാൻ വരാൻ പോകുന്നു, താരിഖ് റഹ്മാൻ, ഖാലിദ സിയയുടെ മകൻ. അവരേതായാലും ചെയ്യില്ല. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട
ആളുകളെ അവർക്കാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് താല്പര്യമുള്ളത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ BNP ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചനയിരിക്കെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കണം ഇതിന്റെ പിന്നിൽ എന്നാണ് കരുതേണ്ടത്. അപ്പോ അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ കലാപത്തിൽ ആഗോളമായി തന്നെ ശ്രദ്ധ വന്നിട്ടുണ്ട്. വല്ലാത്ത അരാജകത്വത്തിലാണ് ആ രാജ്യം അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ഇവരെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. യൂനിസ് വന്ന ശേഷം ജാവേദ് റഹ്മാനി എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിനെ, ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ തുറന്നു വിട്ടല്ലോ. അയാളൊരു വ്ളോഗറെ കൊന്ന കേസിൽ ജയിലിലായിരുന്നു. അപ്പോൾ കൊലപ്പുള്ളികളെ, ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഒരുമാതിരി ഒക്കെ ഹസീന നികിൽ തൂക്ക് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 1971 യുദ്ധ കുറ്റവാളികളായിട്ട് ജയിലിലടച്ചിരുന്നു. പലരെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ യൂനിസ് വന്നപ്പോൾ അവർക്കൊക്കെ മോചനം കിട്ടി. അങ്ങനെ മോചനം കിട്ടി വന്നവര് പാകിസ്ഥാന്റെ കയ്യിലെ കളിപ്പാവകളായിട്ട് മാറി. അവർ പറഞ്ഞു ജിന്നയാണ് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. ധാരാളം തീവയ്പ്പുകൾ കഴിഞ്ഞ ദിവസം നടന്നു. അവാമി ലീഗിന്റെ കെട്ടിടങ്ങൾ, നേതാക്കളെയൊക്കെ ആക്രമിച്ചു. പിന്നെ BNPയുടെ ഓഫീസുകൾ ആക്രമിച്ചു. മറ്റേ മുജീബുർ റഹ്മാന്റെ വീടിന് തീവച്ചു. ഹിന്ദുക്കളെ ആക്രമിച്ചു. പ്രദോം ആലോ എന്ന് പറഞ്ഞ പത്രത്തിന്റെ ഓഫീസ് ആക്രമിച്ചു. പഴയ മന്ത്രിമാരെ അല്ലേ, മന്ത്രിമാരുടെ ബാപ്പമാരെ ഒക്കെ ആക്രമിച്ചു. ഇങ്ങനൊരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ഇതെങ്ങനെ അവസാനിക്കും? തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുമോ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.